പ്രിയപ്പെട്ടവരെ, മഴ മുന്നറിയിപ്പുകളുണ്ട്. ഓറഞ്ച് അലേർട്ട് നിലവിലുള്ള കോഴിക്കോട് വ്യാപക മഴയാണ്, കനത്ത മഴയാണ് കേട്ടോ. തീരദേശത്തും മലയോര മേഖലയിലും ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ്. എന്നാൽ മഴക്കെടുതികൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസം. തീരമേഖലയിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എ കെ അഭിലാഷ്, ഗുഡ് മോർണിംഗ് അഭിലാഷ്. കോഴിക്കോട് നല്ല മഴയാണെന്ന് തോന്നുന്നു. രാത്രി തുടങ്ങിയ മഴ പലയിടത്തും തോർന്നിട്ടില്ലല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ രാത്രി മുതൽ മഴയാണ്. പല മേഖലകളിലും നല്ല ശക്തമായ മഴ തന്നെ ലഭ്യമായിട്ടുണ്ട്. കാരണം ഇന്ന് ഓറഞ്ച് അലേർട്ടാണുള്ളത്. അതോടൊപ്പം തന്നെ അടുത്ത 3 ദിവസങ്ങളിൽ റെഡ് അലേർട്ട് കൂടിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്ന് രാവിലെയും തീരദേശ മേഖലകളിലൊക്കെ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. പ്രധാനമായും കാറ്റടിക്കും, അതായത് 40 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അടുത്ത 3 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസങ്ങളിലൊക്കെ കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയായിരിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാവുകയാണ്. കാരണം ഇന്നലെ രാത്രി മുതൽ മലയോര മേഖലയിലാണ് കാര്യമായി മഴ പെയ്യുന്നത്. കാരണം വടകര, അതോടൊപ്പം തന്നെ നാദാപുരം മേഖലകളിൽ, അതോടൊപ്പം തന്നെ പേരാമ്പ്ര, തിരുവമ്പാടി, മുക്കം മേഖലകളിലൊക്കെ കാര്യമായ മഴ ലഭ്യമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് തീരദേശ മേഖലയിലും മഴയുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റുമുള്ള സാധ്യത കൂടിയാണ് കാണുന്നത്. ഏതായാലും അടുത്ത 3 ദിവസം കൂടി നല്ല മഴ, അതായത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. മറ്റൊന്ന്, ഈ കാസർഗോഡും കണ്ണൂർ ജില്ലകളിലും ഇന്ന് റെഡ് അലേർട്ട് ഉണ്ടെങ്കിൽ പോലും അവിടെ കാര്യമായ മഴ ലഭ്യമായിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാസർഗോഡ് മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി അവിടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ അവിടെ ഒരു മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകളോട് പ്രവേശിക്കരുതെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുണ്ട്.